ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതിയസ് മാജിക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ കുക്കീസാണ് കേട്ടോ. ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ളൊരു ബട്ടർ കുക്കിയാണ് ചെയ്യുന്നത്. അതും വിത്തൗട്ട് ഓവനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ മെൽറ്റ് ചെയ്തതല്ല, അല്ലാത്ത ബട്ടറാണ് ഇടുന്നത്. നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ബട്ടറും പഞ്ചസാരയും ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മെയ്ഡിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, കയറി കാണുക. പിന്നെ ഞാൻ ഇതിലേക്ക് മൈദയാണ് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്ക് യൂസ് ചെയ്താണ് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്, അതാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈക്വലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. കാരണം പകുതി മാവിൽ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കൊക്കോ പൗഡർ ചേർത്ത മാവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1-2 രീതി കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇത് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചോക്ലേറ്റ് മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ കുക്കി മാത്രം മതിയെങ്കിൽ ചോക്ലേറ്റിൻ്റെ പാർട്ട് ഒഴിവാക്കി അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അതായത് ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പല പല ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഡിസ്റ്റൻസ് ഇട്ട് വേണം വെക്കാൻ. ഞാനിവിടെ ഒരു പാൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കുക്കീസ് ഇറക്കി വെച്ച് ഒരു 30-35 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്ത മാവ് വെച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് റെഡിയായി വരുമ്പോൾ നമുക്ക് ഇതുകൂടി വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 30 മിനിറ്റ്സ് കൊണ്ടാണ് ചെയ്തെടുത്തത്. നല്ല ക്രിസ്പിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതുകൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു, ബൈ.